ഹായ് ഫ്രണ്ട്സ് ടു ഹെഡ് അങ്ങനെ കിസ്സിങ് അങ്ങനെ അങ്ങനെ റൊമാൻസ് രണ്ടുപേരും ക്ലോസ് ആയിരുന്നു അവർ. അങ്ങനെ കൊണ്ട് ബാക്കിയാകുമ്പോൾ ശരി ഓക്കെ അവൾ സമാധാനമായി, അങ്ങനെ സമാധാനമായി എന്ന് പറഞ്ഞായിരുന്നു. അതെ, അങ്ങനെ അവർ അങ്ങനെയായിട്ട് രണ്ടുപേരും ഹീറോയിനെ കൂടെ ആയിരുന്നു. അതെ, ജിന്നും കൂടെ പിന്നെ അവർ പോയാലും ജിന്നും കൂടെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. ആ ജിന്ന് പറയായിരുന്നു ഫസ്റ്റ് ജിന്നും ഹീറോയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതെ അതെ ഹീറോയിനും കൂടെ ട്രിപ്പ് പോയപ്പോഴേനും കുറച്ച് ട്രിപ്പ് പോകുമ്പോൾ ഫസ്റ്റ് ജിന്നുണ്ടായി, ഇപ്പോൾ ഷുഗർ. അങ്ങനെ ആയിട്ട് നെക്സ്റ്റ് അങ്ങനെ പറയായിരുന്നു. അങ്ങനെ 7 പേരെ കൂടെ ഹീറോയിൻ റൊമാൻസ് ഇൻറ്റിമേറ്റ്. അതെ അതെ, 2 പേര് കൂടി 7 പേര് കൂടെ ആയിരുന്നു. അങ്ങനെ 7 പേര് അങ്ങനെ കോളേജ് ഡേ വന്നിരുന്നു. രാവിലെ ആയിരുന്നു, എല്ലാവരും റെഡിയായി ഹീറോയിനെ കിസ് അടിച്ച് അവർ 7 പേര് പോയത്. അതെ, ഹീറോയ്ക്ക് ബിസിനസ് നോക്കാൻ. അതെ, അവരെല്ലാം കോളേജ് പഠിക്കുക. ഹീറോയ്ക്ക് കോളേജ് പഠിച്ച് കഴിഞ്ഞിരുന്നു. കോളേജ് കുറച്ച് പഠിക്കുക. ഹീറോയി കോളേജിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അത് മാത്രമല്ല പഠിക്കുന്ന കുട്ടിയാണ്. ഹീറോയി പഠിച്ചു കഴിഞ്ഞായിരുന്നു, ഗ്രാജുവേറ്റായി. അതുകൊണ്ട് ഇപ്പോൾ ഹീറോയി കമ്പനി നോക്കായിരുന്നു. അങ്ങനെ 7 പേര് ഹീറോ കോളേജിൽ വന്ന് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വന്നായിരുന്നു. 7 പേരും അവർ ഭയങ്കര സ്റ്റൈലായി ഇറങ്ങി വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോന്ന് വണ്ടി എടുത്തോണ്ടായിരുന്നു. ഹീറോയി പറഞ്ഞു തരണം നിങ്ങൾ എന്ത് വേണം എടുത്തോണ്ട്. അപ്പോൾ ജിന്നു പറയായിരുന്നു ജിന്നും ആറും കൂടെ ജിന്നു ഡ്രൈവിങ് ചെയ്ത് ഒരു 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 കാറിലാണ്. അതുമാത്രമല്ല ജിമ്മിനും ജങ്കൂക്ക് പിന്നെ അവർ 3 പേര് ബൈക്കിൽ വന്നായിരുന്നു. ഹോബിയും ബാക്കി മെമ്പേഴ്സെല്ലാം ഓരോന്ന് ബൈക്കിൽ സൈക്കിളിൽ എല്ലാവരായിരുന്നു. ഹോബി പറഞ്ഞ ഒരു സ്റ്റൈലായിട്ട് ഒരു ഹോബി ബൈക്ക്. അങ്ങനെ ഓരോന്ന് ഇതിൽ വന്നതായിരുന്നു. സുഖം വന്നായിരുന്നു. സുഖം പറഞ്ഞ ആരെ കൂടെ വരുന്നത്? സുഖം പറഞ്ഞ ഹോബി കൂടെയാണ്. ഒരിക്കൽ ഹോബിനും കൂടെ ഇല്ല 3 പേര് വരാം. അങ്ങനെ ഹീറോയിൻ പോയിരുന്നു. അങ്ങനെ ഒരു വണ്ടിയിൽ ഇറങ്ങി അവർ വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ എടുക്കെടുക്കും പിന്നെ കോളേജിലേക്ക് വന്നു. കോളേജിൽ ഇറങ്ങി എല്ലാ ഗേൾസ് വൗ ഹാൻസം ബോയ്സ് അവർ വന്നു എന്ന് പറഞ്ഞാൽ അവർ ജാസ്മിൻ്റെ ഫ്രണ്ട് ജാസ്മിനോട് ഓടി വന്ന് പറയാം, ജാസ്മി ഷുഗ വന്നു എന്ന് പറയാം. ജാസ്മിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ജാസ്മി കുടു ഓടി വന്ന് അവർ നോക്കായിരുന്നു. എല്ലാ ഗേൾസ് ഹാഷ് ഷുഗ കണ്ടുകാതെ പോയിരുന്നു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ടായി. ക്ലാസ്സിലെല്ലാം കഴിഞ്ഞു വെളിയിൽ വന്നായിരുന്നു. അങ്ങനെ ഷുഗ സംസാരിച്ച് ഒരു സ്റ്റൈൽ നടന്നു വരുമായിരുന്നു. ഷുഗ എന്ന് വന്നായിരുന്നു. അപ്പോൾ ജേഹബ് കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ജാസ്മി വന്നു. ഷുഗ എന്ന് പറയായിരുന്നു. ഷുഗ തിരിഞ്ഞു നോക്കുകയായിരുന്നു. ജാസ്മി ഷുഗക്ക് ടെൻഷനായിരുന്നു. ഷുഗ പറയായിരുന്നു. ജേഹബ് സമാധാനമാക്കായിരുന്നു. എന്താ പ്രശ്നം എന്ന് ഷുഗ കേട്ടായിരുന്നു. ഷുഗ ഞാൻ നിങ്ങൾക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു, നമ്മ ഡേറ്റിംഗ് ചെയ്ത് നോക്ക് ഷുഗ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ജാസ്മി പറയായിരുന്നു. ജാസ്മി പറഞ്ഞു കേട്ട് ജിന്നു വന്ന് ചിരിക്കായിരുന്നു. ജിന്നു പറയുന്നത് എന്താ നീ പറഞ്ഞത്, ഡേറ്റിംഗാ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയായിരുന്നു. ഇത് കേട്ട ജാസ്മി കൺഫ്യൂസ് ആയിരുന്നു. അതെ, ജാസ്മി എന്താപ്പാ എന്ന് പറയുന്നത്. അപ്പോൾ ജിന്നുക്ക് പ്രപ്പോസ് ചെയ്ത ഗേൾക്കും ജിന്നിനോട് വന്ന് വേക്ക് പറഞ്ഞു. ജിന്നു പറഞ്ഞു എനിക്ക് മാരേജ് ആയി എന്ന് ജിന്നു പറഞ്ഞിരുന്നു. അത് കേട്ട് ആ പെണ്ണും വാങ്ങിപ്പോയി. പെണ്ണുക്ക് ന്യൂസ് വന്നിരുന്നു ജിന്നുക്ക് മാരേജ് ആയി. ജിന്നു പറഞ്ഞിരുന്നു. ജിന്നു കുറച്ച് ഗേൾസ് പ്രപ്പോസ് ചെയ്ത് ട്രൈ ചെയ്തപ്പോൾ ജിന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ ജാസ്മിക്ക് ഷോക്കായിരുന്നു. എന്താണെന്ന് പറയാം, ഗേൾസ് പറഞ്ഞ കേക്ക് യുങ്ങക്ക് മാരേജായി എന്ന് പറയുന്നു. ഇതുകൊണ്ട് ജാസ്മിക്ക് ഷോക്കായിരുന്നു. എന്താ ഷോക്കാകുന്ന കാര്യം? ഇല്ലമ്മ, ഓൾറെഡി ഷുഗർക്ക് മാരേജായി, ഓൾറെഡി ഫിയാൻസി ഉണ്ടായിരുന്നു എന്ന് ഷുഗറുടെ കാര്യം പറഞ്ഞിരുന്നു. ഷുഗർ പറഞ്ഞു അതെ എനിക്ക് ഓൾറെഡി ഫിയാൻസി ഉണ്ടായിരുന്നു, എനിക്ക് മാരേജായി. എൻ്റെ പറഞ്ഞിട്ട് എൻ്റെ ഫിയാൻസി എന്നോട് പിണക്കം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. ഷുഗർ പറഞ്ഞു അവിടുന്ന് പോയിരുന്നു. ഫിയാൻസിയാ? അതെ എനിക്ക് മാരേജായി എന്ന് കാട്ടി മാരേജായ ഒരിത് ചിഹ്നമുണ്ടാകും. അതുകൊണ്ട് എൻ്റെ സൈസ് മാരേജായ. അപ്പോൾ ഷുഗർ കാല് പറയുന്നു. ഷുഗർ പറഞ്ഞു ഞാൻ കാല് കേട്ടുന്നെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പെണ്ണ് നമ്പിയേയില്ലായിരുന്നു. ഷുഗർ പറഞ്ഞു 4 റിങ്കല കണ്ടായിരുന്നു. ആ പെണ്ണക്ക് ഇതായിരുന്നു. ഇപ്പോൾ ഷുഗർ അതെ ഷുഗർ പറഞ്ഞു ടോർച്ച് ചെയ്യുന്നു. അപ്പോൾ ഷുഗർ പറഞ്ഞു ശരി നമ്പിലെ പോ എന്ന് പറഞ്ഞു. ഷുഗർ ആയിരുന്നു പോയത്. എനിക്ക് മാരേജായെന്ന് പറഞ്ഞു. ഷുഗർ പറഞ്ഞത് അവൾ അനുസരിച്ചില്ലായിരുന്നു. അത് അങ്ങനെയായിട്ട് ഷുഗർ പറഞ്ഞു അത് മാരേജായും. അത് മാത്രമല്ല അപ്പം ജിമ്മി പറഞ്ഞായിരുന്നു എന്താ നീ പറഞ്ഞ
അങ്ങനായിട്ട് മാരേജ് കഴിഞ്ഞു. അതെ, മാരേജ് കഴിഞ്ഞു. അതാ ഇവർ രണ്ടുപേരും കിസ് അടിക്കുന്ന ഫോട്ടോ നോക്കിയെന്ന് പറഞ്ഞു. അത് പിന്നെ വീട് കാട്ടില്ല. ഷുഗർ പുറത്ത് കിസ് ചെയ്യുന്ന ഹക്ക് ചെയ്യുന്ന ഫോട്ടോ വീഡിയോസ് ഉണ്ടായി, വീട് മാത്രം കാണുന്നു. ഇത് കേട്ട് അപ്പം എനിക്ക് ഷോക്കായിരുന്നു. അതെ എന്നെ പറയായിരുന്നു. അതിന് ഷോക്കായിരുന്നു ഗേൾക്ക്. ശരി ഓക്കെ എന്ന് പോയിരുന്നു. ഞാൻ ബാക്കി മനസ്സ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഗേൾസ് എല്ലാം പുറകെ നടക്കായിരുന്നു ബോയ്സിനെ. ആ ഒരു വീഡിയോ ന്യൂസ് വെച്ച് അവർ 7 പേരും ഒരു മൈക്ക് വെച്ച് എല്ലാ ഗേൾസ് പറഞ്ഞിട്ട് എന്നത് പ്രിൻസിപ്പൽ സ്റ്റേജിൽ എല്ലാ ഗേൾസ് വന്നിരുന്നു. എല്ലാവരും പറയാൻ തുടങ്ങി. ഫസ്റ്റ് ആറാം പറയാൻ തുടങ്ങി. എല്ലാവരും കേട്ടോ. ജിൻ ഫസ്റ്റ് പറയാൻ പോകുന്നു. ജിന്നൊക്കെ വീട് ചേഞ്ച് ആയിരുന്നു. ജിന്ന് പറയാൻ ആനം പറയിടാനം. ഓക്കെ ജിൻ കം. ജിന്ന് കോൾഡ്. എല്ലാവരും കേട്ടോ. ഞങ്ങൾക്ക് 7 പേർക്ക് മാരേജുമായി. അതുപോലെ എല്ലാ ഗേൾസിൻ്റെ പുറകെ നമ്മളെ പുറകെ നടക്കുക. അതുമാത്രമല്ല ഞങ്ങൾക്ക് 7 പേർക്കും മാരേജായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇത് കേട്ട് എല്ലാ ഗേൾസും വീട് ചേഞ്ച്. അതിൽ ഒരു ഗേൾ ഉണ്ടായി. അതിൽ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ആറാമിൻ്റെ പുറകെ നടക്കുന്ന ഒരു ഗേൾ ഉണ്ടായിരുന്നു. ഗേൾക്ക് സോഫിയൊക്കെ ടെൻഷൻ മാരേജായി. എല്ലാ ഗേൾസും ഓരോ 4 ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ടെൻഷനായിരുന്നു. അവരുടെ വൈഫിനെ പിരിക്കണം ഞാൻ പ്ലാൻ ചെയ്യണം. അവരുടെ വൈഫ് ആരെന്ന് അറിയില്ലായിരുന്നു. അവർക്ക് ടെൻഷനായിരുന്നു 7 പേർക്ക്. 7 ഗേൾസ് ടെൻഷനായിരുന്നു. അതിലൊരു ഗേൾക്ക് പിണങ്ങി പറഞ്ഞു. ഇപ്പം 2 ഗേൾസ് അവിടുന്ന് ഇങ്ങനെ പോയി. അതിൽ ഷുഗറിൻ്റെ പുറകെ നടന്ന ഗേൾക്ക് ടെൻഷനായിരുന്നു. 6 ഗേൾസ് ടെൻഷനായിരുന്നു. അല്ലെങ്കിൽ 70 ഗേൾസ് ഒരു ടോട്ടൽ 7 പേർ ഫ്രണ്ട്സായിരുന്നു. ഗേൾസൊക്കെ ടെൻഷനായിരുന്നു. അങ്ങനെ ഡേയ്സ് പോ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൽ കൂടെ അങ്ങനെ റൊമാൻസ് ഞാൻ നടക്കാൻ ഡെയിലി ഹീറോയ്ക്ക് ടെൻഷൻ ഇവിടെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയി പറയുന്നു നിങ്ങളിപ്പോൾ എന്താ ചേഞ്ച് ചെയ്തതെന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൽ കൂടെ അവർ ഡെയിലി ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് പീരിയഡ് വന്നാൽ മാത്രം അവർ ക്യാരിങ് ചെയ്യും. അതപ്പോൾ ടച്ചും ചെയ്യില്ല. അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ അവർ 7 പേർ ഹീറോയും കൂടെ ഉണ്ടായിരുന്നു. കോളേജില്ലായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരിയായിരുന്നു. വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. സമാധാനമൊക്കെ എന്ത് പറ്റിയടി എന്ന് പറയുന്നു. പുത്തുമായി വീണു. ഷുഗർ ടെൻഷൻ ഷോക്കായി. എണി വാ ഹോസ്പിറ്റലിലേക്ക് പോയി. 7 പേരും ഹോസ്പിറ്റലിലേക്ക് ഷുഗർ എടുത്ത് ഓടിപ്പോയി. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബെഡ്നൈറ്റാണ്. ഡോക്ടർ ഷോക്കായിരുന്നു. ശരി ഇവരുടെ പറയാൻ